ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ആശ്വാസം. സിദ്ദിഖിന്റെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് സുപ്രീം കോടതി തടഞ്ഞു. സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. പീഡന പരാതിയിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ബേലിയം ത്രിവേദി, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി സിദ്ദിഖ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും നോട്ടീസ് അയച്ചു. 2016 നടന്ന സംഭവത്തിൽ 8 വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയതെന്ന് സിദ്ദിഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുകുൾ റോത്തഗി വാദിച്ചു. 67-കാരനായ സിദ്ദിഖ് 365 സിനിമകളിൽ അഭിനയിച്ചു. മലയാളത്തിലെ അറിയപ്പെടുന്ന നടനാണെന്നും കേസിന്റെ ഒരു ഘട്ടത്തിലും ഒളിച്ചുപോകില്ലെന്നുമായിരുന്നു സിദ്ദിഖിന്റെ വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടപടികളും വിശദീകരിച്ചായിരുന്നു സംസ്ഥാന സർക്കാർ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമയിൽ നിന്നും 29 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി വാദിച്ചു. അമ്മ സംഘടനയുടെ ശക്തനായ നേതാവാണ് സിദ്ദിഖ് എന്ന് അതിജീവിതയുടെ അഭിഭാഷക വൃന്ദ ഗ്രോവർ വാദിച്ചു. 19 വയസ്സുള്ളപ്പോഴാണ് സിദ്ദിഖിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായതെന്നും ഫേസ്ബുക്കിൽ പിന്തുടർന്നാണ് സിദ്ദിഖ് അവസരം വാഗ്ദാനം ചെയ്തതും പീഡിപ്പിച്ചതെന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി. എന്നാൽ പരാതി നൽകിയ കാലതാമസം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടയുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ മെറിൻ ജോസഫും സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖും സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. കോടതി വിധിയിൽ വലിയ ആശ്വാസമില്ലെന്നായിരുന്നു സിദ്ദിഖിന്റെ മകൻ ഷാഹിന്റെ പ്രതികരണം. ഒരു വലിയ ആശ്വാസം എന്നൊരു തീരുമാനമാണല്ലോ അല്ലേ? വലിയ ആശ്വാസമല്ല ബ്രോ. സുപ്രീം കോടതിയിൽ നിന്നും വിധി ഉണ്ടായ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സിദ്ദിഖിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകേണ്ടി വരും. കൈരളി ന്യൂസ്, ദില്ലി.